ഒരു കിടിലൻ മൂവി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അജയന്റെ രണ്ടാം മോഷണം അഥവാ ARM. ആൻഡ് ഈ സിനിമ കാത്തിരിക്കാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട്. ഈ കഴിഞ്ഞ ജനുവരിയിൽ കൊച്ചിയിൽ വെച്ച് നടന്നിട്ടുള്ള കേരള പോപ്കോൺ എന്ന് പറയുന്ന ഒരു കോമിക് ഫെസ്റ്റിൽ ഈ സിനിമയുടെ ഡയറക്ടറായിട്ടുള്ള ജിതിൻ ലാൽ വന്നിട്ട് തന്റെ ഈ സിനിമയെ കുറിച്ചുള്ള വിഷനെ കുറിച്ചിട്ടും എത്രത്തോളം താൻ ഈ സിനിമയ്ക്ക് വേണ്ടി എഫേർട്ട് ഇട്ടുണ്ട് എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു വാക്കുകളിൽ നിന്ന് റിഫ്ലക്ട് ചെയ്തിരുന്നു. ആൻഡ് അവിടെ വെച്ചിട്ട് ഈ സിനിമയുടെ 3D ടീസർ കാണാനായിട്ട് ഇടയായി. ആൻഡ് ആ 3D ടീസറിൽ ശരിക്കും എത്രത്തോളം അവർ ഈ സിനിമയ്ക്ക് വേണ്ടി എഫേർട്ട് ഇട്ടിട്ടുണ്ട് എന്നുള്ളതിനുള്ള ഒരു ഉദാഹരണമായിരുന്നു. സോ എന്തായാലും ഈ സിനിമ തിയേറ്ററിൽ നിന്ന് വന്ന ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു തീരുമാനം എടുത്തിരുന്നു. സോ പടം മിനിഞ്ഞാന്നാണ് റിലീസ് ആയത്. പക്ഷേ ഫാൻ ഷോയ്ക്ക് ബുക്ക് ചെയ്തപ്പോൾ 3D കണ്ടന്റിന്റെ ചില ഇഷ്യൂസ് കാരണം ആ ഷോ ക്യാൻസൽ ആയി പോയി. ആൻഡ് ഇന്നലെ വൈകിട്ട് ബുക്ക് ചെയ്തിരുന്നു. ബട്ട് എനിക്ക് പോവാൻ ചില കാരണങ്ങൾ കൊണ്ട് പറ്റിയിരുന്നില്ല, ചില തിരക്കുകൾ വന്നുകൊണ്ട്. ആൻഡ് ഇന്ന് സമാധാനപരമായിട്ട് രാവിലെയാണ് ഈ പടം കണ്ടത്. ആൻഡ് എന്തായാലും നല്ലൊരു റിലാക്സിങ് മൈൻഡോട് കൂടി കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്താണോ പ്രതീക്ഷിച്ചു പോയത് അതിന്റെ 100% ഡെലിവർ ചെയ്യാനായിട്ട് ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ജിതിൻ ലാൽ എന്ന് പറയുന്ന ഒരു ടിബറ്റൻ ഡയറക്ടറുടെ മോളിവുഡിലേക്കുള്ള എൻട്രി, അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ട് എന്നുള്ളതും, എന്തായിരുന്നു തന്റെ വിഷൻ എന്നുള്ളത് അത് നല്ല രീതിയിൽ ആ സ്ക്രീനിലേക്ക് റിയാലിറ്റി ആയിട്ട് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് പറ്റി. പ്രത്യേകിച്ച് ആ ഒരു ടൈം പീരീഡുകളിൽ 3 ടൈം പീരീഡുകളിൽ നടക്കുന്ന ആ ഒരു സ്റ്റോറിയിൽ വേണ്ടത് എന്താണ് വേണ്ടാത്തത് എന്താണെന്നുള്ള പ്രോപ്പർ ഐഡിയയോട് കൂടിയിട്ടാണ് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. അതിലിപ്പോ പറയുകയാണെങ്കിൽ ഈ 3 ക്യാരക്ടേഴ്സിൽ ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ പ്രതീക്ഷിച്ചത് ആ ഒരു വാരിയർ ക്യാരക്ടർ ആയിട്ടുള്ള കുഞ്ഞിക്കേളു ആയിരിക്കും കുറച്ചുകൂടി സ്കോർ ചെയ്യാന്നാണ്. പക്ഷെ അവിടെ തെറ്റി. മണിയൻ എന്ന് പറയുന്ന ഒരു കള്ളൻ ക്യാരക്ടർ വന്ന് ശരിക്കും സ്കോർ ചെയ്തുകൊണ്ട് പോയി. ആ ഒരു സ്വാഗ് ആയാലും സ്ക്രീൻ പ്രസൻസ് ആയാലും ആ ഒരു ക്യാരക്ടറിന്റെ ചില മാസ് ആയിട്ടുള്ള ചില സീക്വൻസ് ഉണ്ട്. ആൻഡ് എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, ടൊവിനോ എന്ന് പറയുന്ന ആക്ടർ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള എഫേർട്ടാണ്. കാരണം ആ ഒരു 3 ക്യാരക്ടേഴ്സിലൂടെയുള്ള ആ ഒരു ജേണി നല്ല പോലെ തന്നെ റിസൾട്ട് കിട്ടി എന്ന് പറയാം. പ്രത്യേകിച്ച് ആ ഒരു മണിയൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ അതൊരു സ്പിൻ ഓഫ് കോമിക്സ് ആയിട്ട് എടുക്കാവുന്ന ഒരു ക്യാരക്ടറാണ്. വേണമെങ്കിൽ ഈ ഒരു സിനിമയുടെ റിലീസിന് ശേഷം ആ ഒരു ക്യാരക്ടറിനെ വെച്ചുകൊണ്ട് വല്ല കഥാബുക്കൊക്കെ ആയിട്ട് ഇറക്കാവുന്ന ഒരുപാട് ചില അഡ്വഞ്ചേഴ്സ് ആ ഒരു ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റിയിട്ടുണ്ട്. ആൻഡ് അതും നല്ല പോലെ തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. ആൻഡ് അജയൻ എന്ന് പറയുന്ന ക്യാരക്ടറിനേക്കാളും ശരിക്കും ടൈറ്റിൽ ആ ഒരു ക്യാരക്ടറിനാണെങ്കിലും പക്ഷെ സിനിമ മുഴുവൻ കൊണ്ടുപോയത് മണിയനാണ്. ആൻഡ് ആ ഒരു 3 ഒരു ക്യാരക്ടേഴ്സിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള സ്റ്റോറി, ഒരു അമ്മൂമ്മ നമുക്ക് പറഞ്ഞു തരുന്ന രീതിയിലുള്ള ഒരു ഫീലോട് കൂടിയിട്ട് കൊണ്ടുപോകാനായിട്ട് ഈ സിനിമയുടെ ഡയറക്ടർക്കും സാധിച്ചു. ആൻഡ് എടുത്തു പറയുന്ന മറ്റൊരാൾ ഈ സിനിമയുടെ തിരക്കഥാകൃത്തായിട്ടുള്ള സുജിത് നമ്പ്യാരാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു 8-9 വർഷത്തെ ഒരു പ്രയത്നമാണ് ഇപ്പോൾ പേ ഓഫ് ആയിട്ടുള്ളത്. നല്ല പോലെ തന്നെ വന്നിട്ടുണ്ട്. ആൻഡ് ഇതിന്റെ ടെക്നിക്കൽ സൈഡ് ആയാലും ശരി, സിനിമാറ്റോഗ്രഫി ജോമോണ്ടി ജോൺ, പല സീനുകളിലും ആ ഒരു റിസൾട്ട് അറിയാനുണ്ടായിരുന്നു. കളറിംഗ് ആയാലും ആ ഒരു സിറ്റുവേഷനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു ഇരുട്ടായാൽ പോലും നല്ല പോലെ നാച്ചുറൽ ആയിട്ട് തന്നെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് ഈ സിനിമയുടെ പ്രൊഡക്ഷൻ ഡിസൈനർ ആയിട്ടുള്ള ഗോകുൽദാസ് ആ ഒരു കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള ഓരോരോ സംഭവങ്ങൾ കൊണ്ടുവരലും ഒക്കെ നന്നായിട്ട് തന്നെ അവർ ചെയ്തു. ആൻഡ് പിന്നെ പറയേണ്ടത് ഇതിന്റെ എഡിറ്റർ ആയിട്ടുള്ള ഷമീർ മുഹമ്മദ് ആണ്. അദ്ദേഹം ഈ സിനിമയ്ക്ക് വേണ്ടത് എന്താണ് വേണ്ടാത്തത് എന്താണ് എന്നുള്ള കറക്റ്റ് ഐഡിയയോട് കൂടിയിട്ട് തന്നെയാണ് ഈ സിനിമയുടെ മൊത്തത്തിലുള്ള എഡിറ്റിംഗ് നടത്തിയിട്ടുള്ളത് നമുക്ക് പറയാൻ പറ്റും. പല സീനുകളിലും പ്രത്യേകിച്ച് ആ ഒരു സിനിമയുടെ ആ ഒരു സ്റ്റോറി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ എവിടെ പോലും ബോറടിപ്പിക്കാതെ എവിടെയാണോ കത്രിക വെക്കേണ്ടത് അവിടെ കത്രിക വെച്ച് കറക്റ്റ് ആയിട്ട് ഓഡിയൻസിനെ എൻഗേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഇതിൽ പറ്റിയിട്ടുണ്ട്. ആൻഡ് ഇതിന്റെ ആക്ഷൻ കൊറിയോഗ്രാഫേഴ്സിൽ ഒരാൾ ഫീനിക്സ് പ്രഭു ആണ്. വേറെയും കുറച്ച് പേരുണ്ട്. ആൻഡ് എല്ലാവരും ആ ഒരു ആക്ഷൻ കൊറിയോഗ്രഫി ആയാലും ശരി, കളരിപ്പയറ്റിന് ഒരു സീക്വൻസ് ഉണ്ട്, ആൻഡ് നൈറ്റ് ഫൈറ്റ് സീക്വൻസ് അത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ആൻഡ് ചില സീക്വൻസിലെ 3Dയുടെ അവരുടെ യൂസേജ് എന്തിനാണ് എങ്ങനെയാണ് ഈ സിനിമയിലത്തെ 3D വർക്കൗട്ട് ആവാന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ 3D വന്നിട്ടുള്ള ആ ഒരു സീക്വൻസുകളൊക്കെ നല്ല രീതിയിൽ തന്നെ ആ ഒരു റിസൾട്ട് കാണാനുണ്ടായിരുന്നു. ആ വെള്ളം തെറിക്കുന്ന സീനായാലും ഒരു വെടിവെക്കുന്ന സീക്വൻസിലൊക്കെ ശരിക്കും ആ ഒരു ഫീല് ശരിക്കും തിയേറ്ററിൽ നിന്ന് അറിയാൻ പറ്റി. ഇപ്പൊ കുറെ കാലങ്ങളായി നമുക്കറിയാം ചില സിനിമകൾ 3D എന്ന് പറഞ്ഞിറങ്ങുമ്പോൾ കാര്യമായിട്ടുള്ള 3Dയും 2Dയും തമ്മിൽ വലിയ വ്യത്യാസം വരും നമുക്ക് തോന്നും. പക്ഷെ ഇതില് അവർ ഉപയോഗിച്ചിട്ടുള്ള 3D വേണ്ട സ്ഥലത്ത് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് സിനിമ കാണുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള കൃതിക് ഷെട്ടി, അതുപോലെ സുരഭിയുടെ ക്യാരക്ടർ എടുത്തു പറയാണ്ട് വയ്യ. ആ ഒരു വോയിസ് മോഡുലേഷൻ ആയാലും മണിയനുമായിട്ടുള്ള ചില സീക്വൻസുകളൊക്കെ പൊളിയായിരുന്നു. ആ ഒരു ക്യാരക്ടറിന്റെ ആ ഒരു എന്താണ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫീമെയിൽ ലീഡ് എന്നുള്ളത് ഈ ഒരു ക്യാരക്ടറിനെ വെച്ചിട്ട് തന്നെ അദ്ദേഹം ചെയ്തു. ആൻഡ് ബാക്കിയുള്ള ക്യാരക്ടേഴ്സിൽ ഇപ്പോ ബിജുക്കുട്ടന്റെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. ആള് ഒരു അത്യാവശ്യം കൗണ്ടറുകളൊക്കെ ആയിട്ട് അത് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ബേസിന്റെ ഒരു ക്യാരക്ടർ ആസ് യൂഷ്വൽ ഒരു കോമഡി ടൈപ്പ് ക്യാരക്ടർ ഒക്കെ, ആൻഡ് ഹരീഷ് ഉത്തമന്റെ ആ ഒരു വില്ലൻ ക്യാരക്ടർ, ഇതെല്ലാം കൊണ്ട് തന്നെ നല്ല പോലെ തന്നെ എല്ലാവരും ചെയ്തിട്ടുണ്ട്. അത് എടുത്തു പറയാണ്ട് വയ്യ. ആൻഡ് മെയിൻ ആയിട്ട് ആ ഒരു ഫോക്ലോർ ഒരു സ്റ്റോറി കേൾക്കുന്ന പോലെ ഒരു ഫെയറി ടെയിൽ സ്റ്റോറി നമുക്ക് കേൾക്കുന്നത് പോലെ ഒരു അമ്മൂമ്മ നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മൾ അത് ഇങ്ങനെ ശ്രദ്ധിച്ച് ഇങ്ങനെ കേൾക്കുമ്പോൾ എന്തൊക്കെയായിരുന്നു ഇങ്ങനെ നടന്നിരുന്നത്. ഇപ്പോ അന്ന് അവിടെ ഇങ്ങനെ ഒരു കള്ളൻ കയറി മോഷണം നടത്തി എന്ന് ഒക്കെ പറയും ചില കഥകളിലൊക്കെ നാട്ടിൻപുറത്തൊക്കെ. ശരിക്കും അത് നമ്മുടെ കൺമുന്നിൽ നമ്മൾ കാണുന്നത് പോലെ ആ ഒരു വിഷ്വൽ റെപ്രസെന്റേഷനും സ്റ്റോറി ടെല്ലിങ്ങും ഒക്കെ പ്രോപ്പർ ആയിട്ട് ഉപയോഗിക്കാനായിട്ട്
ഇതിന് ഡയറക്ടറായിട്ടുള്ള ജിതിൻ ലാലിനും ഒപ്പം ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടുള്ള സുജിത് നമ്പ്യാർക്കും സാധിച്ചു എന്ന് പറയാണ്ട് വയ്യ. എന്നെ ദിബു നൈനാൻ തോമസ് ആണ് ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. അതിൽ ആ ഒരു വൈക്കം വിജയലക്ഷ്മിയുടെ ഒരു പാട്ടുണ്ടായിരുന്നു. അത് ശരിക്കും ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു അമ്മുമ്മ പേരക്കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ശരിക്കും ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി സഹായിച്ചു. നല്ലൊരു ഫീലായിരുന്നു ആ ഒരു സോങ് ഒക്കെ. അത് നന്നായി തന്നെ വന്നിട്ടുണ്ട്. ആൻഡ് ഓവറോൾ എനിക്ക് 100% തൃപ്തി തന്ന ഒരു മൂവി എക്സ്പീരിയൻസ് തന്നെയാണ് അജയന്റെ രണ്ടാം മോഷണം. പടം കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാം. ഈ സിനിമയൊക്കെ തിയേറ്ററിൽ നിന്ന് തന്നെ അത് വിജയിപ്പിക്കണം. കാരണം ഇങ്ങനെ ഒരു ബഡ്ജറ്റ് കിട്ടുന്ന ബഡ്ജറ്റിനെ അത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതിനുള്ള ഒരു ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഈ മൂവി. അതെല്ലാം കൊണ്ട് തന്നെ ടെക്നിക്കൽ സൈഡ് ആയാലും സ്റ്റോറി ടെല്ലിംഗ് ആയാലും അല്ലെങ്കിൽ പെർഫോമൻസ് വൈസ് ആയാലും ഒക്കെ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ആൻഡ് ടൊവിനോ എന്ന് പറയുന്ന ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഫിലിമോഗ്രഫിയിൽ എടുത്തു പറയേണ്ട ഒരു മൂവി തന്നെയാണ് അജയന്റെ രണ്ടാം മോഷണം. ആൻഡ് ഇതിലത്തെ ആ ഒരു മണി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറും ആ ഒരു സ്വാഗും ആറ്റിറ്റ്യൂഡും കൊണ്ട് എല്ലാം കൊണ്ടും തന്നെ പൂർണ്ണ തൃപ്തി എന്നൊരു മൂവി തന്നെയാണ്. പറയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് ഇതിന്റെ ഡയറക്ടറായിട്ടുള്ള ജിതിൻ ലാലിനോട് പറയാനുള്ളത്, ഈ ഒരു സിനിമയോട് കൂടിയിട്ട് മലയാളത്തിലേക്ക് നല്ലൊരു എൻട്രി താങ്കൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ആൻഡ് ഇനിയും നല്ല സിനിമകൾ താങ്കൾക്ക് ചെയ്യാൻ കഴിയട്ടെ. ആൻഡ് ഈഗർലി വെയിറ്റിംഗ് ഫോർ യുവർ നെക്സ്റ്റ് മൂവീസ്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് പടത്തെക്കുറിച്ചുള്ള അഭിപ്രായം? കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തവർ എന്തായാലും കാണുക.